അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സുകാരെ, എല്ലാവരും കമരിയായ അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് കമരിയായ അക്ഷരങ്ങളുടെ പ്രത്യേകത? അതിൽ അൽ ചേർക്കുമ്പോൾ ലാമിനെ ഉച്ചരിക്കും ഇല്ലേ? അതാണ് പ്രത്യേകത. ഓക്കെ. അതുപോലെ തൻവീൻ ലമ്മ് മാറി എന്താകും? ലമ്മാകും അവസാനത്തിൽ അല്ലേ? അങ്ങനെ രണ്ട് പ്രത്യേകതയുള്ളത്. ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? അൽ ഹുറൂഫു ശംസിയ്യത്തു. എന്താണ്? അൽ ഹുറൂഫു ശംസിയ്യ. ശംസിയായ അക്ഷരങ്ങളാണ്. എന്താണ്? അൽ ഹുറൂഫു ശംസിയ്യ, ശംസിയായ അക്ഷരങ്ങൾ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? താഴെ നോക്കാം നമുക്ക്. അൽ ചേർത്തെഴുതുമ്പോൾ ലാം ഉച്ചാരണത്തിൽ വരാത്ത അക്ഷരങ്ങൾ അൽ ഹുറൂഫു ശംസിയ്യ എന്ന് പറയുന്നു. അപ്പോൾ അൽ എന്ന് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ ലാമിനെ എന്ത് ചെയ്യില്ല? ഉച്ചരിക്കത്തില്ല. ലാം സൈലൻ്റ് ആയിരിക്കും. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് ശബ്ദമായിരിക്കും, കട്ടിയായിട്ട് പറയും അല്ലേ? അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് എന്ത്? ഹുറൂഫു ശംസിയ്യ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കിയാലോ? റെഡിയാണോ? ശരി, എന്നെല്ലാവരും വരൂ. ആദ്യത്തെ അക്ഷരം ഏതാണ്? താ. തൗവാബുൻ. പറയൂ. അത്തൗവാബു. ഓക്കെ, മിടുക്കന്മാരും മിടുക്കികളാണല്ലോ. ഓക്കെ, അടുത്തത് സാ. സാബിത്തുൻ. അസാബിത്തു. ഓക്കെ, അടുത്തത് ദാൽ. ദായിമുൻ. അദ്ദായിമു. ദാൽ. ദാക്കിറുൻ. അദ്ദാക്കിറു. റാ. റഹീമുൻ. അർറഹീമു. സായ്. സബൂറുൻ. അസ്സബൂറു. സീൻ. സലാമുൻ. അസ്സലാമു. ഷീൻ. ഷാക്കിറുൻ. അശ്ശാക്കിറു. സ്വാദ്. സമദുൻ. അസ്സമദു. ലാദ്. ലാമിനുൻ. അല്ലാമിനു. ത്വാ. ത്വയ്യിബുൻ. അത്വയ്യിബു. ലാഹ്. ലാഹിറുൻ. അല്ലാഹിറു. ലാം. ലത്തീഫുൻ. അല്ലത്തീഫു. നൂൻ. നാസിറുൻ. അന്നാസിറു. ഓക്കെ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായില്ലേ? അടിപൊളി പാഠമല്ലേ? എല്ലാവരും നന്നായിട്ട് വായിക്കുക, കുറേ എഴുതുക. ഓക്കെ, എന്നിട്ട് പഠിച്ച് എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആവുക. ശരി, എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.